അത് വർദ്ധിക്കുവാനായി ആരംഭിച്ചു. Miracle working faith means the question is not what you don't have, but are you willing to give or trust God that He can actually use whatever you are willing to give Him. അതിശയം പ്രവർത്തിക്കുന്ന വിശ്വാസം നിനക്ക് എന്തില്ല എന്നുള്ളതല്ല, എന്നാൽ നിനക്കുള്ള അല്പം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ നിനക്ക് ധൈര്യമുണ്ടോ, ദൈവം അത് ഉപയോഗിക്കുമെന്ന് വിശ്വസിപ്പാൻ നിനക്ക് കെൽപ്പുണ്ടോ എന്നുള്ളതാണ്. Because there is no resource which is too small in the hands of Jesus to be used to solve a major problem. ബൃഹത്തായ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരങ്ങളിൽ ഒരു സമർപ്പണം പോലും ചെറുതല്ല. Jesus can use even the smallest resource we are willing to give to God to be used. കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും ചെറിയ സമർപ്പണം പോലും കർത്താവിന് ഉപയോഗിക്കുവാൻ സാധിക്കും. Lesson number 2. രണ്ടാമത്തെ പാഠം. There is no person who is too insignificant for Jesus to use. ഒരു വ്യക്തി പോലും കർത്താവിന് ഉപയോഗിക്കാൻ സാധ്യമാകാതെ വണ്ണം അപ്രധാനമല്ല. Or the other way of putting, Jesus can use even the most insignificant person if she and he is willing to be used by Him. കർത്താവ് തന്നെ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ലാത്ത, കർത്താവ് തന്നെ ഉപയോഗിക്കുന്നതിന് തയ്യാറുള്ള ഏറ്റവും അപ്രധാനമായ ഒരു വ്യക്തിയെ പോലും കർത്താവിന് ഉപയോഗിക്കാൻ. Look at the resource that Jesus used that day. അന്ന് കർത്താവ് ഉപയോഗിക്കുന്ന വിഭവം എന്ത് നമുക്ക് ചിന്തിക്കാം. Look at the person that Jesus used that day to perform that great miracle. ഈ വലിയ അടയാളം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഏത് വ്യക്തിയെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. In John chapter 6 and verse 8 and 9 verse said, Andrew said, "Here is a boy with 5 loaves of bread and 2 fish." എട്ടാം വാക്യത്തിൽ ഇവിടെ അന്ത്രയോസ് പറയുകയാണ്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. Who was that boy? ആ ബാലകൻ ആരാണ്? No one knew. ആർക്കും അറിയാത്ത ഒരു ബാലകൻ. Where did that boy come from? എവിടെ നിന്നാണ് ആ ബാലകൻ വന്നത്? No one knew. ആർക്കും അറിയില്ല. Whom did the boy come with? ആരോടൊപ്പമാണ് ഈ ബാലകൻ അവിടെ എത്തിയത്? Nobody knew. ആർക്കും അറിയില്ല. An unknown boy, anonymous boy. ആർക്കും അറിയാത്ത അജ്ഞാതനായ ഒരു ബാലകൻ, Very insignificant boy. ഒരു തരത്തിൽ അപ്രധാനമായ ഒരു വ്യക്തി. All we know about him, this boy had come to listen to Jesus preach. നമുക്കറിയാവുന്ന ഒന്ന് മാത്രം, കർത്താവിന്റെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി എത്തിയ ഒരു He had ബാലകൻ. a love for Jesus. അവന് കർത്താവിനോട് വലിയ സ്നേഹമുണ്ടായിരുന്നു. How much did he understand about Jesus? We are not sure. അവൻ എത്രമാത്രം ഈ കർത്താവിനെ പറ്റി അറിയാമായിരുന്നു നമുക്ക് നിശ്ചയമില്ല. All I believe was he was attracted to Jesus. നമുക്കറിയാവുന്ന ഒന്നേ ഉള്ളൂ, അവന് യേശുവിനാൽ ആകർഷിതനായി. He wanted to go wherever Jesus went. കർത്താവ് പോകുന്നിടത്തെല്ലാം പോകുവാൻ അവന് താല്പര്യമുണ്ടായിരുന്നു. He wanted to hear whatever Jesus has to teach. കർത്താവിന് പറയാനുള്ളതെല്ലാം കേൾക്കുവാൻ അവന് താല്പര്യമുണ്ടായിരുന്നു. Children, are you listening? കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണോ? Are you listening? കേൾക്കുന്നുണ്ടോ? Are you listening? ശ്രദ്ധിക്കുകയാണോ? Are you listening about this boy? ഈ ബാലകനെ പറ്റി കേൾക്കുന്നുണ്ടോ നിങ്ങൾ? Would you be like that boy? ഈ കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? He loved Jesus. അവൻ യേശുവിനെ സ്നേഹിച്ചു. Do you love Jesus? പറയണം. ഉറക്കെ പറയണം. Yes. Do you want to listen to Jesus? Yes. You want to be with Jesus? Wonderful. That's the way it has to be. That's why He sent you to the Sunday school. To know about Jesus. To love Jesus. To follow Jesus. That's what the boy did. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ അറിയുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് സൺഡേ സ്കൂളിലേക്ക് നമ്മെ ദൈവം അയച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ വേദപുസ്തകം പറയുന്നത്. He was such an insignificant boy. ഒരു തരത്തിൽ അപ്രധാനനായ ഒരു വ്യക്തി. We don't know anything about him except that he was willing to give his personal belonging, the 5 loaves of bread and 2 fish, very happily to be used for the common good. സന്തോഷത്തോടെ തനിക്കുള്ള 5 അപ്പവും 2 മീനും കർത്താവിന് എല്ലാവർക്കും വേണ്ടി കൊടുക്കുവാനായി അവൻ നൽകിയത് മാത്രമേ നമുക്ക് ഈ ബാലകനെ പറ്റി അറിയൂ. He was a small boy with a big heart. ഒരു വലിയ ഹൃദയത്തിനുടമയായ ഒരു ചെറിയ കുട്ടി. And God used that insignificant boy to feed 5,000 hungry people. ഈ പ്രാധാന്യമില്ലാത്ത ഈ കുട്ടിയെ കർത്താവ് 5000-ലധികം ആളുകളെ പോഷിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു. The Bible says there are 5,000 men. വേദപുസ്തകം പറയുന്നത് 5000 പുരുഷന്മാരെന്നാണ്. 2000 years ago, unfortunately, in the Jewish tradition, whenever they take a head count of people in a crowd, they will only count the men on this side. So, if the Chungatara convention took place 2000 years ago, the reporters will say there are only 150 people at the Chungatara convention. Look at the women here. They are 4 times your size, right? And maybe there are a lot more children. So I suspect if there are 5,000 women in there must have been another at least 3,000 women. And there are 5,000, 3,000 women. There should at least been 2,000 children. Altogether, minimum there are 10,000 people that day. എന്റെ കണക്കനുസരിച്ച് അന്നത്തെ ആ ഒരു കൂടിവരവിൽ ഒരു 10,000 പേരെങ്കിലും കാണും. 5000 പുരുഷന്മാരുള്ളപ്പോൾ
3000 സ്ത്രീകളെങ്കിലും 2000 കുഞ്ഞുങ്ങളെങ്കിലും ഉണ്ടായിരിക്കാം. കാരണം നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ കാലത്ത് യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് പുരുഷാരത്തിന്റെ ആൾ തലയെണ്ണുമ്പോൾ പുരുഷന്മാരുടെ മാത്രം എണ്ണം എടുക്കാറുണ്ടായിരുന്നുള്ളൂ. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവർ ഒരിക്കലും എണ്ണിയിരുന്നില്ല. Maybe that boy was 10-year-old. ചിലപ്പോൾ ആ ഒരു കുട്ടിക്ക്, ആ ഒരു ബാലകന് 10 വയസ്സ് പ്രായമുണ്ടായിരുന്നു. And Jesus used an insignificant 10-year-old boy to feed 10,000 people. ഒരു സാധാരണക്കാരനായ 10 വയസ്സുള്ള ഒരു ബാലകനെയാണ് ഈ 10,000-ലധികം ആൾക്കാരെ പോഷിപ്പിക്കുവാൻ കർത്താവ് ഉപയോഗിക്കുന്നത്. That's what miracle working faith is all about. അതിശയം പ്രവർത്തിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. Miracle working faith means the question is not how significant or insignificant you are, but are you willing to be used by Jesus for the blessing of many people in your generation? നമ്മുടെ തലമുറയിൽ അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഈ അതിശയം പ്രവർത്തിക്കുന്ന വിശ്വാസത്തിന് അടിസ്ഥാനമായിരിക്കുന്നത്. A lot of people, lot of Christians feel too insignificant to be used by Jesus for anything within the body of Christ, the church, or in the society. അനേകം ക്രിസ്തു വിശ്വാസികൾ തങ്ങളെ തന്നെ അപ്രധാനം എന്ന് കരുതി ദൈവസഭയിൽ ഒരു പ്രവർത്തനത്തിനും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. They think they are too insignificant because they are too poor. അവര് ചിലപ്പോഴൊക്കെ ദരിദ്രരായതുകൊണ്ട് ഞങ്ങൾ പ്രാധാന്യമില്ലാത്തവരാണെന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു. They think they are insignificant because they are not highly educated. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ പ്രാധാന്യമുള്ളവരല്ല എന്ന് ചിന്തിക്കുന്നവരാണ്. Or even some people think they are insignificant because now they are retired, they are very old. What can we do now? ഞങ്ങൾ വൃദ്ധരാണ്, ഞങ്ങളുടെ ജോലിയിൽ നിന്നൊക്കെ ഞങ്ങൾ വിരമിച്ചു കഴിഞ്ഞു, ഇനിയും ഞങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല എന്ന് ചിന്തിക്കുന്നവർ. Jesus doesn't simply care. കർത്താവിന് ഇതൊന്നും ഒരു വിഷയമല്ല. He doesn't care how old or young you are. എത്രമാത്രം പ്രായാധിക്യത്തിലുള്ളവരാണോ, എത്രമാത്രം ചെറുപ്പക്കാരാണോ എന്നുള്ളതും കർത്താവിന് He doesn't care how rich or poor you are. നാം എത്ര ധനവാന്മാരാണോ എത്രമാത്രം ദരിദ്രരാണോ എന്നതും കർത്താവ് He കാര്യമാക്കുന്നില്ല. doesn't care how well educated or just inadequately educated you are. എത്രമാത്രം വിദ്യാസമ്പന്നരാണോ വിദ്യാവിഹീനരാണോ എന്ന് കർത്താവ് He പ്രശ്നമാക്കുന്നില്ല. doesn't care whether you are significant or insignificant in the eyes of the society, the community, or even in the church. മറ്റ് സമൂഹത്തിന്റെ മധ്യത്തിൽ നാം പ്രധാനപ്പെട്ടവരാണോ അതോ സാധാരണക്കാരാണോ എന്നതും കർത്താവ് ശ്രദ്ധിക്കുന്നില്ല. Irrespective of your age and gender, God can still use you as long as you are willing to be used by Him. നിന്റെ വയസ്സോ നിന്റെ പ്രായമോ നിന്റെ എന്തെങ്കിലും പ്രത്യേക കഴിവുകളോ ഒന്നും നോക്കാതെ തന്നെ കർത്താവിന് നിശ്ചയമായും നിന്നെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. Here is another illustration from a Sunday school context. ഒരു സൺഡേ സ്കൂൾ പശ്ചാത്തലത്തിൽ നിന്ന് മറ്റൊരു സംഭവം ഇങ്ങനെയാണ്. Actually, I was preaching in a church in America once and at the end of the service, a lady came and gave this to me, and I kept it in my Bible. Let me read this story for you today. It's not a story, it really